സമയം ഞായറാഴ്ച വൈകിട്ട് 5:30. കൊച്ചി കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം മുൻവശത്തെ ടയർ പഞ്ചറായി കിടക്കുന്ന പോലീസ് ജീപ്പ്. ജീപ്പിന്റെ മുൻസീറ്റുകളിൽ ഉറങ്ങുന്ന 2 പേർ. ജീപ്പിന്റെ മുൻവശത്തെ ബമ്പർ ഒരൽപ്പം ഇളകിയ നിലയിലാണ്. 6 മണിയോടെ പഞ്ചറടച്ചു കഴിഞ്ഞതോടെ കോ ഡ്രൈവർ സീറ്റിലിരുന്നയാൾ പുറത്തിറങ്ങി. നേരെ നിൽക്കാൻ പറ്റാത്ത നിലയിലാണ്. അരൂർ കുത്തിയതോട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഏകദേശം 20ഓളം തവണ ഞങ്ങൾ വിളിച്ചു. എല്ലാവരും തിരക്കിലാണെന്നും ശരിയാക്കാമെന്നും മറുപടി. വൈകിട്ട് മുക്കിന് ഊതിക്കാൻ നിൽക്കുന്ന പോലീസുകാരെ ആരെയും റോഡിൽ കണ്ടില്ല. ഹെൽമെറ്റ് പിടുത്തവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കുത്തിയതോട് ജംഗ്ഷനിലെത്തിയപ്പോൾ വണ്ടി സൈഡായി. അപ്പോഴാണോ വണ്ടി ഓടിക്കേണ്ടത്? അല്ല, മര്യാദയ്ക്ക് ഓടിക്കുന്നത്. അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ്. ഏത് ഹോസ്പിറ്റലിലേക്ക്? അത്യാവശ്യം ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പോവാം. വണ്ടി സ്റ്റാർട്ട് ആവുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. തുടർച്ചയായ വിളികൾക്കൊടുവിൽ അരൂർ പോലീസ് സ്ഥലത്തെത്തി. നിൽക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഡ്രൈവറെ പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റി. റോഡിലെ 2 മണിക്കൂറോളം നീണ്ട പരാക്രമത്തിന് ശേഷം വാഹനം ഓടിച്ചയാളെ അരൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അല്പസമയത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വനിതാ SI കസ്റ്റഡിയിലെടുത്ത ഡ്രൈവർക്ക് മുന്നിൽ അറ്റൻഷനായി നിന്നു. ഇതോടെ ആരാണ് ആ ദിവ്യൻ എന്നായി ഞങ്ങളുടെ അന്വേഷണം. അങ്ങനെയാണ് പിടിയിലായത് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ആയ V അനിൽകുമാറാണെന്ന് വ്യക്തമായത്. ഇതേസമയം പോലീസ് സ്റ്റേഷനുള്ളിൽ എഴുത്തുകുത്തുകൾ തുടരുകയായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് തന്നേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായതിനാലാവാം മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് വിവരം. ഒടുവിൽ 11 മണിയോടെയാണ് വൈദ്യപരിശോധനയ്ക്കായി DYSPയെ കൊണ്ടുപോയത്. ഔദ്യോഗിക വാഹനം ചട്ടം ലംഘിച്ച് സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിച്ചു. മദ്യപിച്ച് അപകടകരമായ രീതിയിൽ ആ വാഹനം ഓടിച്ചു. ഇതൊക്കെ ചെയ്തത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നതാണ് കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. C. അഭിലാഷിനൊപ്പം PS വിമൽ, മനോരമ ന്യൂസ്, കൊച്ചി.